ഹായ് ഹലോ ഓൾ ആഫ്റ്റർ എ ലോങ് ടൈം വെൽക്കം ബാക്ക് ടു ലെറ്റസ് ലേൺ. കുറച്ച് നാളായിട്ട് വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ തുടക്കമാകാം. വ്യവഹാരവാദത്തിൻ്റെ വക്താവായിട്ടുള്ള സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറി, അതിൻ്റെ താരതമ്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാ ടീച്ചേഴ്സിനും, അതായത് DLED BEd കോഴ്സ് കഴിഞ്ഞവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കുട്ടികളുടെ ക്ലാസ് മുറികളിൽ പ്രത്യേകം ഉപയോഗിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് പ്രബലനം. സ്കിന്നറുടെ സിദ്ധാന്തത്തിൻ്റെ കേന്ദ്രബിന്ദു ആയിട്ട് നിലകൊള്ളുന്നത് തന്നെ പ്രബലനമാണ്, അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അഭിലഷണീയമായ പ്രതികരണത്തിന് ഉടൻ തന്നെ ചോദകം നൽകുന്ന ഒരു പ്രക്രിയയാണ് പ്രബലനം. അതായത് നമുക്ക് ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഒന്നെങ്കിൽ അതിനെ അഭിനന്ദിക്കുക, അതിനെയാണ് പെട്ടെന്ന് ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിനോട് ബന്ധമായിട്ടുള്ള ഒരു റെസ്പോൺസ് അവർക്ക് നൽകുന്നതാണ് പ്രബലനം എന്ന് പറയുന്നത്. അപ്പോൾ പ്രബലനം, ഈ സ്കിന്നറുടെ രീതിയിൽ പ്രബലനം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നെഗറ്റീവും ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവും ഉണ്ട്. അപ്പോൾ പ്രബലനം രണ്ട് തരത്തിലാണ്: റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. മലയാളത്തിൽ ധനപ്രബലനം, ഋണപ്രബലനം എന്നും പറയുന്നു. ആദ്യം തന്നെ നമുക്ക് ധനപ്രബലനം അല്ലെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അഭിലഷണീയമായ പ്രതികരണം ഉണ്ടായാൽ ഉടൻ തന്നെ സംതൃപ്തിജനകമായ ഒരു അനുഭവം നൽകുന്നതാണ് ധനപ്രബലനം. അതായത് ഇപ്പോൾ കുട്ടികളുടെ കേസ് എടുക്കാം. കുട്ടികളുടെ കേസിൽ ടീച്ചർ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ളൊരു കാര്യം ടീച്ചർക്ക് ഇഷ്ടമായി. ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞ ഹോംവർക്കുകളൊക്കെ ചെയ്തു വരുന്നു. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? അതിനെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നന്നായി എന്ന് പറയും, അല്ലെങ്കിൽ വെരി ഗുഡ്, സ്റ്റാർ പോലെയുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് നോട്ട് ബുക്കിലൊക്കെ എഴുതി കൊടുക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ടീച്ചറുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു റെസ്പോൺസ് കുട്ടികൾക്ക് വീണ്ടും വീണ്ടും അവർക്ക് ഹോംവർക്കുകൾ ചെയ്യാനും അതുപോലെ ആക്ടിവിറ്റീസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പ്രചോദനമാണ് നൽകുന്നത്. അപ്പോൾ ഇത്തരം ഈ ഒരു ടീച്ചറുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രതികരണങ്ങളെയാണ് പ്രബലനം എന്ന് പറയുന്നത്. ഇവിടെ ടീച്ചർ കുട്ടിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ധനപ്രബലനം അല്ലെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് അറിയപ്പെടുന്നു. ടീച്ചർ എന്തൊക്കെ തരത്തിലുള്ള റെസ്പോൺസുകളാണ് നൽകേണ്ടത് എന്നുള്ളതിന് ഉദാഹരണമാണ്. ഇപ്പോൾ ഒരു ഗിഫ്റ്റ് തന്നെ വാങ്ങിക്കൊടുക്കണമെന്നൊന്നുമില്ല. ഒരു പ്രശംസയാകാം, അല്ലെങ്കിൽ ടീച്ചറുടെ ഒരു പുഞ്ചിരി തന്നെയാകാം, കുട്ടിയുടെ സ്നേഹപൂർവ്വമുള്ള ഒരു തലോടലാവാം. ഇവയൊക്കെ തന്നെ ഒരു കാര്യം എന്താണോ കുട്ടിക്ക് എന്ത് ചെയ്തപ്പോഴാണ് കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് കിട്ടിയത്, ആ കാര്യം ആവർത്തിച്ച് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോ പ്രബലനങ്ങളാണ് ഇത്തരം ടീച്ചറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം ഇടപെടലുകളെല്ലാം തന്നെ. അടുത്തതാണ് ഋണപ്രബലനം അല്ലെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അസ്വാസ്ഥ്യജനകമായ ഒരു ചോദകം കുറേ നേരത്തേക്ക് തടഞ്ഞു വയ്ക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുന്നത് മൂലം ഒരു പ്രതികരണം ആവർത്തിക്കാൻ സഹായകമാകുന്നതാണ് ഋണപ്രബലനം എന്ന് പറയുന്നത്. നേരത്തെ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രവർത്തനം അത് ഭംഗിയായിട്ട് ചെയ്തപ്പോൾ ടീച്ചർ അതിനെ ഒന്ന് പ്രശംസിക്കുകയോ അല്ലെങ്കിൽ ഒരു മിഠായി കൊടുക്കുക, ഒരു പുഞ്ചിരി നൽകുക, ഒരു പോസിറ്റീവ് രീതിയിലാണ് ടീച്ചർ അതിനെ സ്വീകരിച്ചത്. അതിനെയാണ് ധനപ്രബലനം അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മൾ കണ്ടിട്ട് ഒരു പോസിറ്റീവ് പ്രതികരണമാണ് ടീച്ചറുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനി ഈ ഋണപ്രബലനത്തിൻ്റെ അല്ലെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസിൽ ഇപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞത് കേൾക്കാതിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ടീച്ചർക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പണിഷ്മെൻ്റായിട്ടൊക്കെ കൊടുക്കാം. അതിനെയാണ് ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പണിഷ്മെൻറ്റ്, ചെറിയ രീതിയിൽ ഇപ്പോൾ ഹോംവർക്ക് ചെയ്യാതെ വരുന്ന കുട്ടികൾക്ക് ഇമ്പോസിഷനൊക്കെ കൊടുക്കില്ലേ, അങ്ങനത്തെ ഒരു കാര്യം. അല്ലെങ്കിൽ ഇപ്പോൾ മറ്റൊരു ഉദാഹരണം അല്ലെങ്കിൽ പറയാം, ടീച്ചർ ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്യാതെ വന്നതിന് ഇമ്പോസിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു.
പക്ഷേ ആ കുട്ടി ക്ലാസ്സിലാണെങ്കിൽ ഒതുങ്ങിയിരിക്കുന്നില്ല, ഭയങ്കര ബഹളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ ഒരു ഓഫറും കൂടെ കൊടുത്തു, ക്ലാസ്സിൽ ഇമ്പോസിഷനിൽ നിന്നും ഒഴിവാക്കാം. അപ്പോൾ നാളെ വരുമ്പോൾ ഇമ്പോസിഷൻ എഴുതി വരണ്ട എന്നുള്ള ഒരു കാര്യം കുട്ടിക്ക് ടീച്ചർ ഒരു ഓഫർ കൊടുത്തു. അപ്പോൾ എന്താണ് അവിടെ ഇമ്പോസിഷൻ എഴുതുക എന്നുള്ളത് കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷേ ടീച്ചറുടെ നിർബന്ധപ്രകാരം അത് എഴുതിയേ തീരൂ. പക്ഷേ രണ്ടാമത് ടീച്ചർ ഓഫർ വെച്ചത് എന്താണ്, ക്ലാസ്സിൽ ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ ഇമ്പോസിഷൻ എഴുതണ്ട. അപ്പോൾ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ടീച്ചർ അവിടെ നിന്ന് ഒഴിവാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെയാണ് ഋണപ്രബലനം അല്ലെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇഷ്ടമില്ലാത്തൊരു കാര്യം കുറേ നേരത്തേക്ക് തടഞ്ഞു വയ്ക്കുകയോ അല്ലെങ്കിൽ പിൻവലിക്കുകയോ ചെയ്യുക. അപ്പോൾ കുട്ടിക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ, കുട്ടി ഹാപ്പി ആയിട്ട് ടീച്ചറോട് പ്രതികരിക്കുമല്ലോ. ഇതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നുള്ളത് കേട്ടോ. ഇങ്ങനെ ക്ലാസ്സിൽ പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യുന്ന കുട്ടികളെ ഇമ്പോസിഷനിൽ നിന്ന് ഒഴിവാക്കാം എന്ന് ടീച്ചർ പറയുമ്പോൾ അപ്പോൾ കുട്ടികൾ കൃത്യമായിട്ട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ശീലം കുട്ടികളിൽ വളർന്നു വരും. ഇങ്ങനെയുള്ള ഋണപ്രബലനങ്ങൾ നൽകുമ്പോൾ എന്നാണ് സ്കിന്നർ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് സ്കിന്നറിൻ്റെ പ്രശസ്തമായിട്ടുള്ള പ്രബലനം. പ്രബലനത്തിൻ്റെ 2 ഭാഗങ്ങളാണ്, ധനപ്രബലനവും ഋണപ്രബലനവും. അപ്പോൾ കേട്ടറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ സൈക്കോളജിയിൽ പ്രബലനം എന്നുള്ള കാര്യം എന്തായാലും ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കേട്ടറ്റിനൊക്കെ ഇത് നന്നായി വായിച്ച് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക കേട്ടോ.